ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു മോർണിംഗ് തൊട്ടിട്ടുള്ള ചെറിയൊരു ഉച്ച വരെയുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിക്കാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാവിലെ തന്നെ കിച്ചണിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പൂരി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഗോതമ്പ് മാവാണത്. പിന്നെ ആദ്യം തന്നെ മസാലക്കുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉരുളക്കിഴങ്ങും വലിയുള്ളിയും പച്ചമുളകും 2-3 വെളുത്തുള്ളി ഒക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുക്കറിൽ ഇട്ടാൽ പിന്നെ നമുക്ക് ചപ്പാത്തിൻ്റെ പൂരിൻ്റെ പണി എടുത്താൽ മതിയല്ലോ. സോറി കേട്ടോ, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തിൻ്റെ ഒരു ഓർമ്മയാണ്. അപ്പോൾ നമുക്ക് പൂരി ഇന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ കുക്കറിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ ഒരു കൈ കൊണ്ട് ഫോണിൽ എടുക്കണതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്കും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ക്ഷമിക്കുക. ഒറ്റയ്ക്ക് തന്നെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. ഞാൻ സ്കൂളിൽ ചേർത്തപ്പോൾ അവൾ എന്നെ സഹായിക്കും. എന്നാലും ഇപ്പോൾ അവൾക്കിപ്പോൾ മടിയായിരിക്കണം. എന്ന് പറഞ്ഞാൽ അവൾ വരികയില്ല. എൻ്റെ മൂത്ത മോള് റിൻഷിത. ഞാൻ സ്കൂളില്ലാത്തപ്പോൾ ഒന്ന് വിളിച്ചാൽ വന്നില്ലെങ്കിൽ ഇല്ല. അപ്പോൾ ഞാൻ കടുകൊക്കെ താളിച്ച് ഉരുളക്കിഴങ്ങും വലിയുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ കിടന്ന് വെന്തോളും. പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ സ്കൂളില്ലെങ്കിൽ എനിക്ക് ഒന്ന് സഹായിക്കാൻ വരും. ഇങ്ങനെ ക്യാമറ പിടിച്ച് തരാൻ ഫോൺ പിടിച്ച് തരാനൊക്കെ ഒന്ന് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വരും. അപ്പോൾ അവൾക്ക് ഭയങ്കര മടിയായിട്ടുണ്ട്, വിളിച്ചാൽ വരില്ല, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ തനിയൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒന്ന് ക്ഷമിക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഞാനൊരു അടുപ്പിൽ പാല് തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ചായ വെച്ച് കൊടുക്കാൻ വേണ്ടി. പിന്നെ ഗോതമ്പ് മാവ് ഒരു പാത്രത്തിൽ കൊട്ടിയിട്ട് കുറച്ച് ഓയിലും ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ കുറച്ച് റവയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. പിന്നെ ചെറിയ ബോളുകളാക്കി പിന്നെ ഞാൻ പ്രസ് ഉണ്ടെങ്കിലും കൂടി ഞാൻ ഇതിൽ പരത്തിയിട്ടേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ കുഴൽ കണ്ടിട്ട് ആരും പേടിക്കരുത്, തല്ലാനൊന്നും അല്ല കേട്ടോ. കുഴലിന് വണ്ണം കണ്ട് ആരും പേടിക്കരുത്. പിന്നെ അമ്മ മണ്ണാർക്കാട് നിന്ന് എനിക്ക് കൊണ്ടുവന്ന് തന്ന കുഴലാണത്. അപ്പോൾ ഞാൻ രണ്ടും ഒപ്പം തന്നെ ചെയ്തെടുക്കും. പരത്തും ചെയ്യും, കൈയോടെ അത് ചുട്ടെടുക്കും. അപ്പോൾ ആ പണി വേഗം കുറഞ്ഞു കിട്ടുമല്ലോ പറഞ്ഞിട്ട്. അപ്പോൾ റെജിക്കുട്ടി എണിച്ചാൽ ഒരു പണിയും ചെയ്യാൻ വിടില്ല എന്നെ. അപ്പോൾ അത് കാരണം ഞാൻ വേഗം ഒക്കെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എണ്ണ തിളച്ചപ്പോൾ ഞാൻ വേഗം ഓരോന്ന് പരത്തിയിട്ട് കൈയോടെ തന്നെ ചുട്ടെടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ അവൾ ഉറങ്ങുകയാണ്. പിന്നെ റിൻഷിമോൾ മദ്രസക്ക് പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവളെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഞാൻ അടുക്കളയിൽ വന്ന് കഴിഞ്ഞാൽ ഫാത്തിമ എണിച്ച് അവളെ മാന്തി വെക്കും. അപ്പോൾ അത് കാരണം ഞാൻ അവളെ അവിടെ സൈഡിൽ കിടക്കുക, ഞാൻ വന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി പറഞ്ഞിട്ട് അവളെ അവിടെ കടത്തിയിരിക്കുകയാണ്. ഞാൻ റെജിക്കുട്ടി എണിച്ചാൽ പിന്നെ ഒരു പണിയും ചെയ്യാൻ വിടില്ല എന്നെ. അപ്പോൾ ഞാൻ വേഗം പൂരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അപ്പുറത്ത് നിന്ന് പരത്തും ചെയ്യും, ഓരോന്ന് ഇപ്പുറത്ത് വന്ന് ചുട്ടെടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല പൂരി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ഒരു ഭാഗം പൊങ്ങി വന്ന് കുറച്ച് കഴിഞ്ഞ ശേഷം ഒന്ന് മറിച്ചിടാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ പൂരി ആ പൊള്ളച്ച് പറഞ്ഞാൽ പിന്നെ അത് മാറില്ല, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പൂരി ഒന്ന് ചുട്ടു നോക്കുക എല്ലാവരും. പിന്നെ മൈദയിലല്ല ഗോതമ്പിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, കഴിക്കാൻ നന്നായിട്ടുണ്ടായിരുന്നു. നമ്മുടെ മസാല അപ്പോഴത്തേനും തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു. ഇത്തിരി ഒന്ന് ഉടച്ച് വിട്ടാൽ മതി ഇനി. അപ്പോൾ ഞാനൊരു ഗ്ലാസ് കൊണ്ട് കയ്യിൽ കൊണ്ട് ഒന്ന് ഉടച്ച് വിട്ടാൽ മതി. ഞാൻ ഗ്ലാസിൻ്റെ മൂടും വെച്ച് ഇങ്ങനെ നല്ല ഉടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉടച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ല ഒന്ന് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ പൂരിയും മസാലയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ മസാല വെക്കാത്തവരൊക്കെ ഒന്ന് വെച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പൂരി ഇതാ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സോഫ്റ്റുമാണ്, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും നമ്മുടെ റഹീസ് കുട്ടി ഇടയിൽ കൂടെ ചായ ചോദിച്ചിട്ട് ഒരേ ചെത്തടലായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അവനിക്ക് ചായ കൊടുക്കാൻ വേണ്ടി കോലയിലേക്ക് പോയപ്പോൾ ഫാത്തിമക്കുട്ടി ഇങ്ങനെ ഒന്ന് തലപൊക്കി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റിൻഷിനെ ഇടയിൽ പിടിച്ച് കടത്തിയതാണ്. റിജ്വാനെ വെറുതെ മാന്തി വെക്കണ കാരണം. പിന്നെ അവനിക്ക് ചായ ചോദിച്ചപ്പോൾ ഇടങ്ങറാക്കിയപ്പോൾ അവനിക്ക് ചായ കൊടുത്തു. ഇത് നമ്മുടെ പണ്ടത്തെ മുട്ടായി കേട്ടോ. പണ്ട് നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് കഴിക്കുന്ന മുട്ടായിയാണ്. ഇപ്പോൾ ഇതൊന്നും അധികം കിട്ടാനില്ല തോന്നുന്നു.
അപ്പോൾ എവിടെ നിന്നറിയില്ല, റിയാസ്ക കുട്ടികൾക്ക് സ്കൂൾ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർ രണ്ടാളും അതിൽ അടി കൂടുമായിരുന്നു. പിന്നെ അങ്ങനെ അവർ എല്ലാവരും കഴിക്കാനൊക്കെ ഇരുന്ന് ഓരോരുത്തർ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ റയീസും റിൻഷിയും അവളുടെ അത്തയൊക്കെ കഴിക്കാനിരുന്നു. അപ്പോൾ അവൻ പറയണ നന്നായിട്ടുണ്ടമ്മ പൂരി എന്നൊക്കെ പറഞ്ഞങ്ങനെ പറയാണ് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ റിജിക്കുട്ടിയെ കാണിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഫാത്തിമക്കുട്ടിക്ക് പാല് കൊടുത്ത് ഇടയിൽ കൂടെ പോയിട്ട് ഞാൻ പാല് കൊടുത്ത് അവളിനെ റെഡിയാക്കുമായിരുന്നു. ഓരോരോ ഇത് വേണം, ഓരോ സമയം വേണം ഓരോരുത്തരെ റെഡിയാക്കാനായിട്ട്. പിന്നെ ഞാൻ അങ്ങനെ അടുക്കളയിൽ ഇപ്പോൾ തുടക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ തുടക്കാൻ നിന്നു. തുടച്ചു വേഗം അതിൻ്റെ ഇടയിൽ തുടക്കലൊന്ന് വേഗം കഴിഞ്ഞു. പിന്നെ അലക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ നിൽക്കണ്ടല്ലോ, അപ്പോൾ അതൊരു ഭാഗത്ത് അതങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ വേഗം വന്ന് തുടക്കാം. പിന്നെ അലക്കി കഴിഞ്ഞ് നമ്മൾ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതങ്ങനെ ആ പണി അങ്ങനെ തോന്നി. പിന്നെ നിന്നിട്ടാണ് ഞാൻ കറി വെക്കാൻ നിന്നത്. അപ്പോൾ ഇതവിടെ പിഴിയണയിലാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതവിടെ കിടന്നു. പിന്നെ ഞാൻ നേരെ അങ്ങനെ അടുക്കളയിൽ പോയി അപ്പോൾ ഞാൻ പരിപ്പ് കടയാൻ വേണ്ടി 2 പച്ചമുളക്, വെളുത്തുള്ളി, സവാളയും ഒക്കെ അരിഞ്ഞെടുക്കുമായിരുന്നു. നമുക്ക് ആവശ്യത്തിനുള്ള പരിപ്പ് എടുത്താൽ മതി. അപ്പോൾ പരിപ്പും 2 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി, 2 ഉരുളക്കിഴങ്ങും 3 തക്കാളി ഒക്കെ ഇട്ടിട്ട് നമുക്ക് പരിപ്പൊന്ന് കടഞ്ഞെടുക്കാൻ വിചാരിച്ചു. ഇന്ന് സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പരിപ്പ് കടഞ്ഞതും പപ്പടം പൊരിച്ചതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയാൻ. അപ്പോൾ വേഗം ആവുകയും ചെയ്യും. തിരക്കുള്ള സമയങ്ങളിൽ ഞാൻ വേഗം എളുപ്പപ്പണി ഇങ്ങനെയാണ് ചെയ്യാറ്. നമുക്ക് പണി ഒരുപാടുള്ള സമയത്ത്, അലക്കാനും തുടക്കാനൊക്കെ ഉള്ള സമയത്ത് ഞാൻ വേഗം കുക്കറിൽ ഇത് ഇങ്ങനെ വെച്ചെടുക്കും. പരിപ്പും ഇതൊക്കെ ഒന്ന് ഇട്ട് ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ട് കുക്കറിൽ വെച്ച് കൊടുത്ത് പറഞ്ഞാൽ പിന്നെ നമുക്ക് താളിച്ചാൽ മാത്രം മതിയാവും. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് അരിഞ്ഞെടുത്ത് കുക്കറിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു 3 തക്കാളി, മീഡിയം സൈസിലുള്ള ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്നിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. നമ്മുടെ ചാനൽ പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. വളരെ നിങ്ങളോട് നന്ദി എനിക്ക് പറയാനുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എന്നും എനിക്ക് ഉണ്ടാവണം. അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഞാൻ കറി വേഗം സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്നൊരു കറി കേട്ടോ. പക്ഷെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ റേഷൻ അരിക്കൊക്കെ പറ്റിയൊരു കറിയാണ്. അപ്പോൾ ഇങ്ങനെ വെക്കാത്തവരൊക്കെ, പരിപ്പ് കറി ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക. നമുക്കിത് വേണമെങ്കിൽ തേങ്ങ കൂട്ടി താളിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ തേങ്ങ എടുത്തിട്ടില്ല, അപ്പം ഇത് മാത്രമായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പരിപ്പ് ഇതൊക്കെ ഒന്ന് നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഭൂരി പൊരിച്ച എണ്ണയായിരുന്നു. അപ്പോൾ അത് ഞാൻ വെറുതെ കളയേണ്ട പറഞ്ഞ് ഞാൻ അതിൽ തന്നെ പപ്പടം പൊരിച്ചെടുത്തു. ആ എണ്ണയിൽ തന്നെ ഒരു കെട്ട് പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ കടുകിട്ട് താളിക്കുകയാണ് ചെയ്തത്. കറിക്കപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ എണ്ണ വെറുതെ പോകില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പരിപ്പ് കടഞ്ഞ് പപ്പടം പൊരിച്ചത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോറും കൂട്ടാനും പറയാൻ ഇതൊക്കെ തന്നെയുള്ളൂ. സ്പെഷ്യലായിട്ട് മീനൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാനും മറക്കരുത് കൂട്ടുകാരെ. കാണുന്നതോടൊപ്പം ഒരു ലൈക്ക് അടിക്കണേ. അങ്ങനെ പപ്പടം പൊരിക്കലൊക്കെ കഴിഞ്ഞ് ചാറ് താളിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഓരോ പപ്പടമായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. നമ്മുടെ ഭൂരി പൊരിച്ച എണ്ണ ആയതുകൊണ്ട് ഭൂരിൻ്റെ പൊടിയൊക്കെ ഉണ്ടാകും. എന്നാലും പപ്പടത്തിലൊന്നും അങ്ങനെ വരില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാക്കി വറ്റിയ എണ്ണയിൽ ഞാൻ കടുകും പൊട്ടിച്ച്, കറിവേപ്പില ഉണ്ടായിരുന്നതൊക്കെ വാടിപ്പോയിരിക്കണം. അപ്പം ഞാൻ വെറുതെ കടുക് മാത്രം ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കുക. ഇത് കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ കറി വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. നമുക്ക് വേഗം പണി ലാഭിക്കുകയും ചെയ്യാം. തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വെച്ചാൽ മതി. അധികം ഇതൊന്നുമില്ല, കുക്കറിൽ ഇങ്ങനെ താളിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പരിപ്പ് കടയാന്ന് പറയുന്നത്. ഓരോ ഭാഗത്തും ഓരോ ആൾക്കാർ ഓരോ രീതിക്കല്ലേ വെക്കൽ. ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാം, നന്നായിട്ടുണ്ടാവും. ഇഡ്ഡലിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും.
ചോറിൻ്റെ കൂടെയും കഴിക്കുക. വേഗം ഉണ്ടാക്കാനും സിമ്പിളാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് സാമ്പാർ പൊടി ഇടുകയാണെങ്കിൽ നന്നായിട്ടുണ്ടാകും. നമുക്കപ്പോൾ ഇഡ്ഡലിയും സാമ്പാറൊക്കെ ആയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ഫാത്തിമക്കുട്ടിൻ്റെ അടുത്തൊന്ന് പോയി നോക്കി. അവളെ റെഡിയാക്കി ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളിങ്ങനെ മുടിയൊക്കെ പോയി വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയാൻ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സമയം ഒരു 3 മണി 3:30 ആവാനായിട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ പുറത്തിങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇവിടെ വൈൻഡപ്പാക്കാൻ പോവുകയാണ്. ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.